ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിറിക്കൽ ബാലറ്റ്സ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദി ഏർലി ഹിസ്റ്ററി ഓഫ് ഇംഗ്ലണ്ട് ആണ്. ഗ്രേറ്റ് ബ്രിട്ടൻ്റെ ഇമ്പോർട്ടൻറ്റ് പൊളിറ്റിക്കൽ ഡിവിഷൻസ് ആണ് ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ് ആൻഡ് വെയിൽസ്. അപ്പോൾ നമുക്കറിയാം ഈ കൺട്രിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ നെയിമാണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് നോർത്ത് അയർലൻഡ്. ഏർലി ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടനെ കീഴ്പ്പെടുത്താൻ വന്ന ഇൻവേഡേഴ്സിൻ്റെ കൂടി ഹിസ്റ്ററിയാണ്. അവരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കെൽറ്റ്സ്, റോമൻസ്, ആംഗ്ലോ സാക്സൺ, ഡെയിൻസ് ആൻഡ് നോർമൻസ്. ബ്രിട്ടനിൽ സെറ്റിൽ ചെയ്യാൻ വന്ന ഏർലിയസ്റ്റ് റേസസ് ആണ് ഐബീരിയൻസും കെൽസും. ഐബീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെയിൻ്റെ ഏൻഷ്യൻ നെയിമാണ്. അപ്പോൾ ഈ സൗത്തിൽ സെറ്റിൽ ചെയ്ത കെൽസിനെ വിളിച്ച പേരാണ് ബ്രിട്ടോൺസ്. അങ്ങനെയാണ് ഈ ലാൻഡിന് ബ്രിട്ടൻ എന്ന പേര് വന്നത്. ഒരു 500 BCയുടെ സമയത്താണ് കെൽസ് ഇംഗ്ലണ്ടിലെത്തുന്നത്. കെൽറ്റ്സ് ആക്ച്വലി ട്രൈബ്സ് ആയിരുന്നു, അവർ ട്രൈബൽ ഗ്രൂപ്പ്സ് ആയിരുന്നു. അതുപോലെ തന്നെ അവർ ഫിയേഴ്സ് ഫൈറ്റേഴ്സുമായിരുന്നു. പക്ഷെ അവർക്കൊരു കുഴപ്പമേ ഉണ്ടായിരുന്നുള്ളൂ, ദേ ലാക്ഡ് പൊളിറ്റിക്കൽ സ്കിൽ. അപ്പോൾ ഈ കൺട്രി മുഴുവൻ സംസാരിച്ചുകൊണ്ടിരുന്നത് കെൽറ്റിക് ലാംഗ്വേജിലായിരുന്നു. കെൽറ്റ്സ് ബ്രിട്ടനിൽ സെറ്റിൽ ഡൗൺ ചെയ്തതിന് ശേഷമാണ് അയൺ ഏജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവർ വർഷിപ്പ് ചെയ്തത് നേച്ചറിനെയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രീസ്റ്റുകളെ വിളിച്ച പേരാണ് ഡ്രൂയിഡ്സ്. ഈ ഡ്രൂയിഡ്സിനാണ് അവിടുത്തെ ഏറ്റവും കൂടുതൽ പവർ ഉള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ റിലീജിയസ് ലീഡേഴ്സ് മാത്രമല്ല, അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്തുന്ന ആൾക്കാർ, അല്ലെ ജഡ്ജസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഡ്രൂയിഡ്സിനെ. അപ്പോൾ ഇവരുടെ ഈ പവർ കർട്ടൈൽ ചെയ്തത് ഇംഗ്ലണ്ടിലേക്ക് സെറ്റിൽ ചെയ്യാൻ വന്ന നെക്സ്റ്റ് ഇൻവേഡേഴ്സായ റോമൻസ് ആണ്. അപ്പോൾ നമുക്കിനി റോമൻ ബ്രിട്ടനെ പറ്റി പഠിക്കാം. ബ്രിട്ടനിലുണ്ടായ റോമൻ കോൺക്വസ്റ്റിന് വളരെയധികം ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. 300 BCയിൽ നടന്ന കെൽസിൻ്റെ ഇൻവേഷൻ്റെയും അതുപോലെ തന്നെ 410 AD നടന്ന ആംഗ്ലോ സാക്സൺ കോൺക്വസ്റ്റിൻ്റെ ഇടയ്ക്കുണ്ടായ ഒരു ഇൻ്റർവെൻഷനാണ് റോമൻ കോൺക്വസ്റ്റ്. BC 55-ലും BC 54-ലും ജൂലിയസ് സീസർ ബ്രിട്ടനിലേക്ക് 2 എക്സ്പെഡിഷൻ നടത്തി. അപ്പോൾ ഈ ഇൻവേഷൻ യൂറോപ്പും ബ്രിട്ടനും തമ്മിലുള്ള ട്രേഡ് ഓപ്പൺ അപ്പ് ചെയ്തു. അതുപോലെ തന്നെ യൂറോപ്യൻ സിവിലൈസേഷനുമായിട്ട് റോമൻസിന് ഒരു കോണ്ടാക്റ്റ് ഇനിഷ്യേറ്റ് ചെയ്തു. പക്ഷേ AD 43-ലാണ് ബ്രിട്ടനിൽ എംപറർ ക്ലോഡിയസിൻ്റെ ലീഡർഷിപ്പിൻ്റെ അണ്ടറിൽ ആക്ച്വൽ റോമൻ ഒക്യുപ്പേഷൻ നടക്കുന്നത്. ഇത് ഒരു 4 സെഞ്ച്വറീസോളം കണ്ടിന്യൂ ചെയ്തു. റോമൻസ് ഒരു ഇൻഡെലിബിൾ മാർക്കാണ് ബ്രിട്ടന് കൊടുത്തത്. അതായത് ഒരിക്കലും മായാത്തൊരു മാർക്കാണ് അവർ ലെഫ്റ്റ് ചെയ്തത്. റോമൻസ് ഒത്തിരി ടൗൺസ് നിർമ്മിച്ചു, അതുപോലെ തന്നെ അവർ റോഡുകളും കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ ഈ റോഡുകൾ ആളുകൾക്ക് ഒത്തിരി സാധനങ്ങൾ കൊണ്ടുപോകാനും അതുപോലെ തന്നെ അവർക്ക് ട്രാവൽ ചെയ്യാനും വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അങ്ങനെ ബ്രിട്ടനിലെ ഈ റൂറൽ കെൽറ്റിക് വില്ലേജ് സ്ട്രക്ചർ ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. റിലീജിയസ് ഫ്രണ്ടിൽ നോക്കുമ്പോൾ ബ്രിട്ടനിലേക്ക് ക്രിസ്ത്യാനിറ്റി ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഈ റോമൻ ഇൻവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടനെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഏർലി അറ്റംപ്റ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇതിൻ്റെ തുടക്കമെന്ന് പറഞ്ഞാൽ ബ്രിട്ടനിലേക്ക് വന്ന റോമൻ ആർട്ടിസൻസും ട്രേഡേഴ്സും ഒക്കെ ജീസസ് ക്രൈസ്റ്റിനെ പറ്റിയുള്ള സ്റ്റോറീസും അതുപോലെ തന്നെ റോമൻ പേഗൻ ഡെയ്റ്റീസിനെ കുറിച്ചുള്ള സ്റ്റോറീസും ഒക്കെ അവിടെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. ഒരു AD 410 ആയപ്പോഴത്തേക്കും റോമൻസ് ബ്രിട്ടനിൽ നിന്നും വിഡ്രോ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത് കാരണം റോമും ബ്രിട്ടനും തമ്മിലുള്ള ആ ഡയറക്റ്റ് ലിങ്ക് കൊളാപ്സായി. അങ്ങനെയാണ് ബ്രിട്ടനിലേക്ക് അടുത്ത ഇൻവേഡേഴ്സ് വരുന്നത്. അവരാണ് ആംഗ്ലോ സാക്സൺസ്. ആംഗ്ലോ സാക്സൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമാനിക് ട്രൈബ്സ് ആയ ആംഗിൾസും ജൂഡ്സും സാക്സൺസുമാണ്. ഈ ആംഗ്ലോ സാക്സൺ പീരീഡിനെ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് എന്നും വിളിക്കുന്നു. ഇവർ വന്നത് ജർമ്മനിയിലെ ഡെൻമാർക്കിലെ റീജിയൻസിൽ നിന്നാണ്. അങ്ങനെ ഇംഗ്ലണ്ടിൽ വന്നതിന് ശേഷം അവർ അഡോപ്റ്റ് ചെയ്ത കോമൺ നെയിമാണ് ഇംഗ്ലീഷ്. ഇംഗ്ലണ്ടിൻ്റെ ഹിസ്റ്ററിയെ തന്നെ ചേഞ്ച് ചെയ്ത മൈഗ്രേഷനാണ് ആംഗ്ലോ സാക്സൺ കോൺക്വസ്റ്റ്. അതുപോലെ തന്നെ ബ്രിട്ടൻ്റെ ഹിസ്റ്ററിയിലുണ്ടായ ഗ്രേറ്റസ്റ്റ് ഇവൻസിലൊന്നാണ് ആംഗ്ലോ സാക്സൺ കോൺക്വസ്റ്റ്. റോമൻസിൻ്റെയും നോർമൻസിൻ്റെയും ഒക്കെ ഇൻവേഷനേക്കാളും കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ് ആംഗ്ലോ സാക്സൺ ഇൻവേഷൻ. റോമൻസ് പോയതിനു ശേഷം എല്ലാ ഇൻവേഡേഴ്സിൻ്റെയും ഒരു എരയായിരുന്നു ബ്രിട്ടൻ. അങ്ങനെ പ്ലണ്ടറിംഗ് റെയ്ഡേഴ്സായ സ്കോട്ട്സ് ബ്രിട്ടനെ അറ്റാക്ക് ചെയ്തു. ഹെൽപ്ലെസ് ആയ ബ്രിട്ടൻ ജൂഡ്സിൻ്റെ സഹായം തേടി. അങ്ങനെ ജൂഡ്സ് 449 AD ബ്രിട്ടനിൽ ലാൻഡ് ചെയ്യുകയും സ്കോട്ട്സിനെ ഡിഫീറ്റ് ചെയ്യുകയും ചെയ്തു. അവർ ബ്രിട്ടനിൽ സെറ്റിൽ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ അവർ കെൻറ്റ് എന്ന സ്ഥലം ഒക്യുപ്പൈ ചെയ്യുകയും അവിടെ ഒരു കിങ്ഡം എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ജൂഡ്സിനെ ഫോളോ ചെയ്ത് വന്നവരാണ് സാക്സൺസ്.
അവർ തെയിൻസിൻ്റെ സൗത്ത് ഭാഗത്ത് സെറ്റിൽ ഡൗൺ ചെയ്തു. അങ്ങനെ അവർ 3 കിങ്ഡംസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അതാണ് എസെക്സ്, സസെക്സ് ആൻഡ് വെസെക്സ്. അത് കഴിഞ്ഞ് വന്നവരാണ് ആംഗിൾസ്. അവർ നോർത്തിൽ സെറ്റിൽ ഡൗൺ ചെയ്യുകയും 3 കിങ്ഡംസ് ഫൗണ്ട് ചെയ്യുകയും ചെയ്തു. അതാണ് നോർത്തംബ്രിയ, ഈസ്റ്റ് ഏംഗ്ലിയ ആൻഡ് മേർഷ്യ. അപ്പോൾ ഈ ആംഗിൾസും ജൂട്ട്സും സാക്സൺസും എസ്റ്റാബ്ലിഷ് ചെയ്ത 7 കിങ്ഡംസിനെ കോമണായി വിളിച്ച പേരാണ് ആംഗ്ലോ സാക്സൺ ഹെപ്റ്റാർക്കി. ഈ ആംഗ്ലോ സാക്സൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാവേജറിയുടെയും സെൻറ്റിമെൻറ്റിൻ്റെയും ഒരു മാർവലസ് മിക്സ്ചർ ആയിരുന്നു. അതായത് അവരൊരു റഫ് ലിവിങ് ആണ് നയിച്ചിരുന്നത് എങ്കിലും അവർക്ക് ഡീപ്പായിട്ടുള്ള ഫീലിങ്സ് ഉണ്ടായിരുന്നു. റോമൻസിനേക്കാളിലും ലെസ് സിവിലൈസ്ഡ് ആയിരുന്നെങ്കിലും അവർക്കൊരു ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ എഫക്റ്റീവ് സിസ്റ്റം ഉണ്ടായിരുന്നു. ആംഗ്ലോ സാക്സൺസിന് ഒത്തിരിയും യൂണിറ്റ്സ് ഉള്ള ഒരു സെൽഫ് ഗവൺമെൻറ്റും ഉണ്ടായിരുന്നു. അതായത് ഏറ്റവും മുകളിൽ കിങ്ഷിപ്പും, അത് കഴിഞ്ഞ് കിങ്ങിൻ്റെ കൗൺസിലും, അത് കഴിഞ്ഞ് ഷയറും, അത് കഴിഞ്ഞ് 100ഉം, അത് കഴിഞ്ഞത് ടൗൺഷിപ്പും. കിങ്ങിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ളതും ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ളതും ജുഡീഷ്യലും ആയിട്ടുള്ള പവേഴ്സ് ഉണ്ടായിരുന്നു. ആംഗ്ലോ സാക്സൺസ് ഫൈറ്റിങ്ങിനോട് വളരെ താല്പര്യമുള്ള ആളുകളായിരുന്നു. ആംഗ്ലോ സാക്സൺസ് വിമനെ റെസ്പെക്റ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യവും കൊടുത്തിരുന്നു. പ്രൈവറ്റ് ഇൻഫ്ലുവൻസിലും പബ്ലിക് അഫയേഴ്സിലും അവർക്ക് പ്രോപ്പർട്ടി റൈറ്റ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരിൽ ചിലർ ലാൻഡ് ഓണേഴ്സുമായിരുന്നു. വിമനും മെന്നിനും ഈക്വൽ സ്റ്റേറ്റസ് ആയിരുന്നു. ആംഗ്ലോ സാക്സൺസ് ബ്രിട്ടനിലുണ്ടായ റോമൻ അടയാളങ്ങളെയെല്ലാം നശിപ്പിച്ചു. ഓർക്കണം, ആംഗ്ലോ സാക്സൺസ് ക്രിസ്ത്യാനിറ്റിയുടെ ഫോളോവേഴ്സ് അല്ലായിരുന്നു. അങ്ങനെ ആംഗ്ലോ സാക്സൺ ഹെപ്റ്റാർക്കിയിലെ 3 ഡോമിനൻറ്റ് കിങ്ഡംസായി നോർത്തംബ്രിയയും വെസെക്സും മേർഷ്യയും എമർജ് ചെയ്തു. ഇതിൽ ഏറ്റവും കൂടുതൽ പവർഫുള്ളായി മാറിയത് വെസ്റ്റ് സാക്സൺ ആണ്. അവരുടെ റൂളറായ കിങ് എഗ്ബർട്ട് ഓഫ് വെസെക്സ് ഹെപ്റ്റാർക്കിയിലെ സുപ്രീം റൂളറായി മാറി. അദ്ദേഹം കെൻറ്റിനെയും നോർത്തംബ്രിയയും ഈസ്റ്റ് ഏംഗ്ലിയയും മേർഷ്യയും എല്ലാം കോൺകർ ചെയ്തു. അങ്ങനെ 825 AD അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ യൂണിഫിക്കേഷൻ ഇംഗ്ലണ്ടിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. അടുത്തതാണ് കൺവേർഷൻ ഓഫ് ഇംഗ്ലണ്ട് ടു ക്രിസ്ത്യാനിറ്റി. ഇംഗ്ലണ്ടിലേക്ക് ആദ്യമായിട്ട് ക്രിസ്ത്യാനിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തത് റോമൻസ് ആണ് 3rd സെഞ്ച്വറിയിൽ. എംപറർ കോൺസ്റ്റന്റൈൻ ഇംഗ്ലണ്ടിൻ്റെ ഒഫീഷ്യൽ റിലീജിയനായിട്ട് ക്രിസ്ത്യാനിറ്റിയെ അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ 5th സെഞ്ച്വറിയിൽ റോമൻസ് ബ്രിട്ടൻ വിട്ടു പോയപ്പോൾ ക്രിസ്ത്യാനിറ്റിയും ഡിസപ്പിയർ ചെയ്തു. അത് കഴിഞ്ഞ് ആംഗ്ലോ സാക്സൺസിൻ്റെ ക്രിസ്ത്യാനിറ്റിയിലേക്കുള്ള കൺവേർഷൻ നടന്നത് 7th സെഞ്ച്വറിയിലാണ്. സെയിൻറ്റ് ബെനഡിക്റ്റിൻ്റെ മൊണാസ്റ്റിക് റിവൈവലും അതുപോലെ തന്നെ മിഷണറി വർക്കും കാരണമാണ് ഈ കൺവേർഷൻ നടന്നത്. പോപ്പ് ഗ്രിഗറി ദ ഗ്രേറ്റ് മങ്കായ അഗസ്റ്റിനെയും ഒരു കൂട്ടം മിഷണറീസിനെയും സുവിശേഷം പ്രചരിപ്പിക്കാൻ വേണ്ടി ഇംഗ്ലണ്ടിലേക്ക് അയച്ചു. അങ്ങനെ അവർ 597 AD കെൻറ്റിലെ തെയിൻസിലെത്തി. കെൻറ്റിലെ രാജാവായ ഇതൽബർട്ട് ഫ്രാൻസിലെ ക്രിസ്ത്യൻ പ്രിൻസസിനെ ആയിരുന്നു കല്യാണം കഴിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ മിഷണറീസിനെയൊക്കെ വെൽക്കം ചെയ്യുകയും അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കാൻറ്റർബറിയിൽ ഒരു ചർച്ച് എസ്റ്റാബ്ലിഷ് ചെയ്തു. സെയിൻറ്റ് അഗസ്റ്റിൻ ഫസ്റ്റ് ആർച്ച് ബിഷപ്പായി. കെൻറ്റിൽ നിന്നും ക്രിസ്ത്യാനിറ്റി ഈസ്റ്റ് ആംഗ്ലിയയിലേക്കും സസെക്സിലേക്കും വെസെക്സിലേക്കും മേർഷ്യയിലേക്കും സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. ഈ സമയം നോർത്തംബ്രിയയിലെ കിങ് ആയ എഡ്വിൻ എത്തൽബർട്ടിന്റെ മകളെ കല്യാണം കഴിച്ചു. അങ്ങനെ എഡ്വിനും അദ്ദേഹത്തിന്റെ ആളുകളും ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ടഡ് ആയി. കെൽറ്റിക് മിഷനറീസും വളരെ ആക്റ്റീവായിട്ട് ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്തു. അയർലൻഡിനെ സെയിൻറ്റ് പാട്രിക് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്തു. സെയിൻറ്റ് എയ്ഡൻ എന്ന ഐറിഷ് മങ്ക് 7th സെഞ്ച്വറിയിൽ അയർലൻഡിൽ ഒരു മൊണാസ്ട്രി എസ്റ്റാബ്ലിഷ് ചെയ്തു. അങ്ങനെ അദ്ദേഹം അവിടെയുള്ള ആളുകളെയെല്ലാം ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്തു. അങ്ങനെ അവസാനം റോമൻ മിഷനറീസിൻ്റെയും കെൽറ്റിക് മിഷനറീസിൻ്റെയും ഒക്കെ എഫേർട്ട് കൊണ്ട് ഇംഗ്ലണ്ട് മൊത്തം ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറി. പക്ഷേ ഇവിടെ ഈ ചർച്ചസിൻ്റെ പ്രാക്ടീസുകളിൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെൽറ്റിക് ചർച്ചിൽ പോപ്പിനെ അവർ ഹെഡ് ഓഫ് ദി ചർച്ചായിട്ട് അക്നോളജ് ചെയ്യില്ലായിരുന്നു. അവർക്ക് അവരുടേതായിട്ടുള്ള പ്രാർത്ഥനാ രീതികൾ ഉണ്ടായിരുന്നു. ഈസ്റ്ററിൻ്റെ ടൈമിൽ ഡിഫറൻസസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രീസ്റ്റിൻ്റെ സെലിബസി നോക്കുമായിരുന്നു, അതായത് ബ്രഹ്മചര്യം നോക്കുമായിരുന്നു. അങ്ങനെ 664 AD നോർത്തംബ്രിയയിലെ കിങ് ഈ 2 ചർച്ചുകൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഒരു ചർച്ച് കൗൺസിൽ സമ്മൺ ചെയ്തു. ഈ ചർച്ച് കൗൺസിൽ അറിയപ്പെടുന്നത് സിനോഡ് ഓഫ് വിറ്റ്ബൈ എന്നാണ്. എല്ലാ ഇംഗ്ലീഷ് ബിഷപ്സും ഈ മാറ്ററിനെ പറ്റി ഡിസ്കസ് ചെയ്യാനും ഒരു കോമൺ എഗ്രിമെൻറ്റിൽ എത്താനും വേണ്ടി വിറ്റ്ബൈയിൽ അസംബിൾ ചെയ്തു. അങ്ങനെ അവസാനം നോർത്തംബ്രിയയിലെ കിങ് എടുത്ത ഡിസിഷൻ ഫേവർ ചെയ്തത് റോമൻ പ്രാക്ടീസസിനെയാണ്. അതായത് റോമൻ ചർച്ചിനെ ഫേവർ ചെയ്തിട്ടാണ് അദ്ദേഹം ഡിസിഷൻ എടുത്തത്. ഭാവിയിൽ എല്ലാവരും റോമൻ ചർച്ചിനെ ഫോളോ ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു.
ഈ ഡിസിഷൻ റിലീജിയസ് യൂണിറ്റിയിലൂടെ ഇംഗ്ലണ്ടിലെ പൊളിറ്റിക്കൽ യൂണിറ്റിയെ എൻകറേജ് ചെയ്തു. അങ്ങനെ 668 AD പോപ്പ് മങ്കായ തിയോഡോറിനെ ഇംഗ്ലീഷ് ചർച്ച് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞയച്ചു. തിയോഡോർ ബിഷപ്പുകളെയും പാരിഷുകളെയും ഇൻക്രീസ് ചെയ്തു. അദ്ദേഹം പ്രീസ്റ്റുകളെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി സെമിനാരീസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇംഗ്ലീഷ് ചർച്ചിന്റെ ഹെഡായിട്ട് ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറിയെ സെലക്ട് ചെയ്തു. അടുത്തതാണ് ദി വൈക്കിംഗ് ഇൻവേഷൻ. ഇംഗ്ലണ്ടിനെ അടുത്തതായിട്ട് കീഴ്പ്പെടുത്താൻ വന്നവരാണ് സ്കാൻഡിനേവിയൻസ്. സ്കാൻഡിനേവിയൻസ് എന്ന് പറഞ്ഞാൽ വൈക്കിങ്സും ഡെയിൻസും അതുപോലെ തന്നെ നോർസ്മെനുമുള്ള ഗ്രൂപ്പാണ്. നമുക്കറിയാം ആംഗ്ലോ സാക്സൺ ഹെപ്റ്റാർക്കിയിലെ ഏറ്റവും പവർഫുൾ കിങ്ഡമാണ് വെസെക്സ്. അവിടുത്തെ പവർഫുൾ കിങ് ആണ് കിങ് എഗ്ബർട്ട്. അപ്പോൾ ഈ സ്കാൻഡിനേവിയൻസിൻ്റെ വരവ് കിങ് എഗ്ബർട്ട് ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്ന ആ പൊളിറ്റിക്കൽ യൂണിഫിക്കേഷനെ എഫക്റ്റ് ചെയ്തു. അങ്ങനെ ഈ കോമൺ ഡേഞ്ചറായ സ്കാൻഡിനേവിയൻസിനെ തോൽപ്പിക്കാൻ വേണ്ടി ആംഗ്ലോ സാക്സൺ കിങ്ഡംസ് എല്ലാം കിങ് എഗ്ബർട്ടിൻ്റെ ലീഡർഷിപ്പിൻ്റെ അണ്ടറിൽ യുണൈറ്റ് ചെയ്തു. കിങ് എഗ്ബർട്ട് ഡെയിൻസിനെ AD 836 ഡിഫീറ്റ് ചെയ്തു. പക്ഷേ വീണ്ടും ഡെയിൻസ് നോർത്തംബ്രിയയിലെയും ഈസ്റ്റ് ആംഗ്ലിയയിലെയും മേർഷ്യയിലെയും ഒക്കെ ലാർജ് പോർഷൻസ് ഓഫ് ലാൻഡ് കോൺകർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അടുത്തത് ഡെയിൻസ് യുദ്ധത്തിന് വരുന്നത് കിങ് എഗ്ബർട്ടിൻ്റെ ഗ്രാൻഡ് ആയ കിങ് ആൽഫ്രഡുമായിട്ടാണ്. അങ്ങനെ കിങ് ആൽഫ്രഡ് ബാറ്റിൽ ഓഫ് എഡിങ്ടണിൽ ഡെയിൻസിനെ ഡിഫീറ്റ് ചെയ്തു. എന്നിട്ട് അവർക്ക് ഇംഗ്ലണ്ടിലെ കുറച്ച് സ്ഥലം ഷെയർ ചെയ്ത് അവരെ അറ്റാക്ക് ചെയ്യാൻ കഴിയാത്തവണ്ണം അവരെ മാറ്റി നിർത്തി. AD 878 ട്രീറ്റി ഓഫ് വെഡ്മോർ വഴി ചെസ്റ്റർ തൊട്ട് ലണ്ടൻ വരെ ഒരു ഡിവൈഡിംഗ് ലൈൻ ഡ്രോ ചെയ്തു. ഈ ലൈൻ്റെ നോർത്ത് ടെറിട്ടറി മാത്രമേ ഡെയിൻസിന് ഒക്യുപ്പൈ ചെയ്യാൻ അനുവാദമുള്ളായിരുന്നു. പിന്നീട് ഈ ഏരിയ ഡെയിൻലോ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അടുത്തത് നമുക്ക് ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചറിനെ പറ്റിയും ലാംഗ്വേജിനെ പറ്റിയും പഠിക്കാം. മോഡേൺ ഇംഗ്ലീഷിൻ്റെ ആൻസിസ്റ്ററാണ് ആംഗ്ലോ സാക്സൺ. ആംഗ്ലോ സാക്സണെ ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നും വിളിക്കുന്നു. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ തുടങ്ങുന്നത് ചോസറിൽ നിന്നാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ അതിനു മുമ്പും റിയൽ ലിറ്ററേച്ചർ ഉണ്ടായിരുന്നു. അതാണ് ദി ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചർ. ആംഗ്ലോ സാക്സൺസിന് 4 മെയിൻ ഡയലക്ട്സ് ഉണ്ടായിരുന്നു. അതാണ് നോർത്തംബ്രിയ. ലിറ്ററേച്ചറിൽ ആദ്യമായിട്ടൊരു പ്രൊഡക്റ്റ് കൊണ്ടുവന്ന ഡയലക്റ്റാണ് നോർത്തംബ്രിയൻ ഡയലക്റ്റ്. രണ്ടാമത്തേത് മേർസിയൻ. മേർസിയൻ എന്ന് പറഞ്ഞാൽ മിഡ്ലാൻഡിൻ്റെ ലാംഗ്വേജാണ് മേർസിയൻ. മൂന്നാമത്തേത് കെൻഡിഷ്. കെൻഡിഷ് എന്ന് പറഞ്ഞാൽ സൗത്ത് ഈസ്റ്റിൻ്റെ ലാംഗ്വേജാണ് കെൻഡിഷ്. ആൻഡ് നാലാമത്തേത് വെസ്റ്റ് സാക്സൺസ്. കിങ് ആൽഫ്രഡിൻ്റെ ലാംഗ്വേജാണ് വെസ്റ്റ് സാക്സൺസ്. അതുപോലെ തന്നെ ഓൾഡ് ഇംഗ്ലീഷിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമാണ് വെസ്റ്റ് സാക്സൺസ്. അടുത്തതാണ് ആംഗ്ലോ സാക്സൺ പോയട്രി. ക്രിസ്ത്യാനിറ്റിയുടെയും പേഗനിസത്തിൻ്റെയും ഒരു മെഡ്ലിയാണ് ആംഗ്ലോ സാക്സൺ പോയട്രി. ആംഗ്ലോ സാക്സൺ പോയട്രിയിലെ ഓൾഡസ്റ്റ് സർവൈവിംഗ് എപ്പിക്കാണ് ബിയോവുൾഫ്. ബിയോവുൾഫ് 3182 ലൈൻസ് ഉള്ള പോയമാണ്. ഇത് എഴുതിയത് 8th സെഞ്ച്വറിയുടെ സെക്കൻഡ് ഹാഫിലാണ്. അപ്പോൾ ഈ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിലെ ആളുകൾ പേഗനിസത്തിൽ നിന്നും ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ബിയോവുൾഫ് എഴുതിയത് വെസ്റ്റ് സാക്സൺ ഡയലക്റ്റിലാണ്. അതുപോലെ തന്നെ ഇതിൽ പറയുന്നത് കുറേ കഥകളെ പറ്റിയാണ്. അപ്പോൾ ഈ എപ്പിക്ക് ഡീല് ചെയ്യുന്നത് ജിയാറ്റസിൻ്റെ ഹീറോ ആയ ബിയോവുൾഫിൻ്റെ ജീവിതത്തിൽ നടന്ന 2 മേജർ ഇവൻസിനെ പറ്റിയാണ്. ഒരു യങ് മാൻ ആയിരുന്നപ്പോൾ ബിയോവുൾഫ് ഡാനിഷ് കിങ് ഹ്രോത്ഗാറിൻ്റെ കിങ്ഡത്തിൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന മോൺസ്റ്ററായ ഗ്രൻഡലിനെ ഫൈറ്റ് ചെയ്ത് കൊന്നു. അതുപോലെ തന്നെ ഗ്രൻഡലിനെ രക്ഷിക്കാൻ വേണ്ടി വന്ന ഗ്രൻഡലിൻ്റെ മദറിനെയും ബിയോവുൾഫ് കൊന്നു. അങ്ങനെ ജിയാറ്റസിൻ്റെ കിങ് ആയിട്ട് ബിയോവുൾഫിനെ ക്രൗൺ ചെയ്തു. 50 വർഷത്തിന് ശേഷം ബിയോവുൾഫിൻ്റെ പ്രജകളെ അറ്റാക്ക് ചെയ്യാൻ വന്ന ഡ്രാഗനുമായിട്ടും ബിയോവുൾഫ് ഫൈറ്റ് ചെയ്യുന്നു. ഈ ഫൈറ്റിൽ ഡ്രാഗനും ബിയോവുൾഫിനും ആഴത്തിലുള്ള മുറിവുകളുണ്ടാകുന്നു. അങ്ങനെ ഈ പോയം കൺക്ലൂഡ് ചെയ്യുന്നത് ബിയോവുൾഫിൻ്റെ ക്രിമേഷനോട് കൂടിയാണ്. ബിയോവുൾഫ് എപ്പിറ്റമൈസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഐഡിയൽസായ കറേജിനെയും നൊബിലിറ്റിയുമാണ്. ഗ്രീക്സിന് അക്കിലസിനെ പോലെയും റോമൻസിന് റോമുലസിനെ പോലെയും ഫ്രഞ്ചിന് ഷാർലമാനെ പോലെയാണ് ഇംഗ്ലീഷ് മെന്നിന് ബിയോവുൾഫ്. ഈ സമയത്തെ മെയിൻ 2 പോയറ്റ്സാണ് കെയ്റ്റ്മണും കിനിവുൾഫും. സിനിവുൾഫ് എന്നല്ല, കിനിവുൾഫ് എന്നാണ് പ്രൊനൗൺസിയേഷൻ. ഇവർ 2 പേരും ഫോളോ ചെയ്തത് ക്രിസ്ത്യൻ തീംസിനെയാണ്. ഇതിൽ കെയ്റ്റ്മൺ ഡിവൈൻലി ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു പോയറ്റാണ്. അദ്ദേഹമാണ് ഫസ്റ്റ് ഇംഗ്ലീഷ് പോയറ്റ്. മറക്കരുത്, ഫസ്റ്റ് ഇംഗ്ലീഷ് പോയറ്റാണ് കെയ്റ്റ്മൺ. ജനസിസിൻ്റെയും എക്സോഡസിൻ്റെയും അതുപോലെ തന്നെ ഡാനിയലിൻ്റെ ഒരു പാർട്ടുമൊക്കെ അട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് കെയ്റ്റ്മൺ ആണ്. ബിയോവുൾഫിൻ്റെ അനോണിമസ് ഓതറിന് ശേഷമുള്ള ഗ്രേറ്റസ്റ്റ് ആംഗ്ലോ സാക്സൺ പോയറ്റാണ് കിനിവുൾഫ്. അദ്ദേഹത്തിൻ്റെ വെൽ നോൺ പോയംസ് ആണ് ദി ക്രൈസ്റ്റ്, ജൂലിയാന ആൻഡ് ദ ഡ്രീം ഓഫ് ദി റൂഡ്.
അടുത്തത് നമുക്ക് ആംഗ്ലോ സാക്സൺ പോയട്രിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആംഗ്ലോ സാക്സൺ പോയട്രിയിൽ നമുക്ക് അഡ്വഞ്ചറിനോടുള്ള ഒരു ലവും അതുപോലെ തന്നെ സീയോടുള്ള ഒരു ഫോൺനെസ്സും നമുക്ക് കാണാൻ കഴിയും. ആംഗ്ലോ സാക്സൺ പോയട്രി സ്റ്റാൻസായിക്കല്ല, എല്ലാ ലൈൻസിനെയും 2 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനെ വിളിച്ച പേരാണ് ഹെമിസ്റ്റിക്. അപ്പോൾ ഈ 2 പാർട്സിനെയും ജോയിൻ ചെയ്തിരിക്കുന്നത് അലിട്രേഷൻ വഴിയാണ്. ഇതിലെ പോയറ്റിക് ഡിക്ഷനിൽ പാരലലിസവും മെറ്റഫോറിക്കൽ ഫ്രേസസും അതുപോലെ കോമ്പൗണ്ട് വേർഡ്സുമാണ് ഉള്ളത്. ആംഗ്ലോ സാക്സൺ പോയട്രി കൂടുതലും ഫ്ലറിഷ് ചെയ്തത് നോർത്തിലാണ്. നോർത്തംബ്രിയയിൽ നടന്ന ഡാനിഷ് കോൺക്വസ്റ്റ് ആംഗ്ലോ സാക്സൺ പോയറ്റിക് കോമ്പോസിഷൻസിന് ഒരു എൻഡ് കൊണ്ടുവന്നു. എന്നിട്ട് ആംഗ്ലോ സാക്സൺ പ്രോസിന് പ്രചോദനം നൽകി. അപ്പം നമുക്കിനി ആംഗ്ലോ സാക്സൺ പ്രോസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആംഗ്ലോ സാക്സൺ പ്രോസ് ഒരു ലേറ്റർ ഡെവലപ്മെൻ്റ് ആയിരുന്നു. കൂടുതലും അത് എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് സെർവ് ചെയ്തത്. നോർത്തംബ്രിയ ആയിരുന്നു സെൻറ്റർ ഓഫ് ലേണിംഗ്. അതുപോലെ തന്നെ ലിറ്റററി വർക്ക്സ് എഴുതിയിരുന്നത് നോർത്തംബ്രിയൻ ഡയലക്റ്റിലായിരുന്നു. പക്ഷേ വെസക്സിൻ്റെ പൊളിറ്റിക്കൽ സുപ്രിമസി അവിടുത്തെ ഡയലക്റ്റായ വെസ്റ്റ് സാക്സനെ ബെനിഫിറ്റ് ചെയ്തു. അങ്ങനെ വെസ്റ്റ് സാക്സൺ ഒത്തിരി ഉപയോഗിക്കാൻ തുടങ്ങി. അടുത്തത് നമുക്ക് കിങ് ആൽഫ്രഡിനെ പറ്റി പഠിക്കാം. കിങ് ആൽഫ്രഡിനെ വിളിക്കുന്നത് ആൽഫ്രഡ് ദ ഗ്രേറ്റ് എന്നാണ്. അദ്ദേഹം ഒരു വാരിയറും അഡ്മിനിസ്ട്രേറ്ററും റിഫോമറും സ്കോളറുമായിരുന്നു. അദ്ദേഹം ആർട്ടിനെയും ലിറ്ററേച്ചറിനെയും വളരെയധികം സപ്പോർട്ട് ചെയ്ത ആളാണ്. അദ്ദേഹം ഡെയിൻസിൻ്റെ ആക്രമണത്തെ റെസിസ്റ്റ് ചെയ്യുകയും അവരുമായിട്ട് സമാധാനത്തിലെത്തുകയും ചെയ്തു. ട്രീറ്റി ഓഫ് വെഡ്മോർ വഴി ഡെയിൻസിന് ഡെയിൻലോ നൽകി, അതായത് നോർത്തേൺ പാർട്ട് ഓഫ് ദി കിങ്ഡം നൽകി. അദ്ദേഹം നാഷണലിസവും യൂണിറ്റിയും എൻകറേജ് ചെയ്തു. അതുപോലെ തന്നെ ആംഗ്ലോ സാക്സൺസും ഡെയിൻസും തമ്മിൽ ഫ്രണ്ട്ലി റിലേഷൻസ് ബിൽഡപ്പ് ചെയ്തു. ഡാനിഷ് റൈറ്റ്സിൻ്റെ റാവേജസിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടി അദ്ദേഹം മൊണാസ്ട്രീസിൽ കോമ്പീറ്റൻ്റ് ടീച്ചേഴ്സിനെ കൊണ്ടുവന്നു. അദ്ദേഹം ലാറ്റിൻ ലാംഗ്വേജ് സ്റ്റഡി ചെയ്തു. എന്നിട്ട് ഒത്തിരിയും ലാറ്റിൻ വർക്ക്സുകളെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്ത വർക്കാണ് വെനറബിൾ ബീഡ്സിൻ്റെ എക്ലസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി. കിങ് ആൽഫ്രഡിൻ്റെ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻ്റ് ആണ് ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ. ആംഗ്ലോ സാക്സൺ ക്രോണിക്കിളിൽ വെസ്റ്റ് സാക്സൺ ഹിസ്റ്ററിയെ പറ്റിയാണ് പറയുന്നത്. ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റേൺ നേഷൻ്റെ സ്വന്തം ലാംഗ്വേജിലുള്ള ഫസ്റ്റ് കണ്ടിന്യൂസ് ഹിസ്റ്ററിയും അതുപോലെ തന്നെ ഫസ്റ്റ് ഗ്രേറ്റ് ബുക്ക് ഇൻ ഇംഗ്ലീഷ് പ്രോസുമാണ്. കിങ് ആൽഫ്രഡ് ഇംഗ്ലീഷ് പ്രോസിനെ വളരെയധികം എൻകറേജ് ചെയ്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഫാദർ ഓഫ് ഇംഗ്ലീഷ് പ്രോസ് ആയി കാണുന്നു. പീരീഡിൽ തന്നെ മറ്റൊരു പ്രോസ് റൈറ്ററാണ് ജാരോയിലെ മങ്കായ വെനറബിൾ ബീഡ്. അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഫേമസ് വർക്കാണ് എക്ലസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ദി ഇംഗ്ലീഷ് റേസ്. ഇത് ലാറ്റിൻ ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്. ഇതേ ടെക്സ്റ്റാണ് കിങ് ആൽഫ്രഡ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഏർലി ഇംഗ്ലീഷ് ഹിസ്റ്ററിയുടെ ചീഫ് ഒത്തൻറ്റിക് സോഴ്സാണ് വെനറബിൾ ബീഡിൻ്റെ എക്ലസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ദി ഇംഗ്ലീഷ് റേസ്. ദി മാസക്കർ ഓഫ് സെയിൻറ്റ് ബ്രൈസ് ഡേ, അതായത് കിങ് എഥൽറെഡിൻ്റെ ഡെയിൻസിനോടുള്ള ഫൂളിഷ് അറ്റാക്ക് ഇംഗ്ലണ്ടിനെ ഡെൻമാർക്കിൻ്റെ രാജാവായ സ്വെയിൻ്റെ അണ്ടറിൽ കൊണ്ടുവന്നു. സ്വെയിൻ്റെ മകനായ കാന്യൂട്ട് AD 1017 തൊട്ട് 1035 വരെ ഇംഗ്ലണ്ട് റൂൾ ചെയ്തു. കാന്യൂട്ടിൻ്റെ മകൻ്റെ മരണത്തിന് ശേഷം ഒപ്രസ്ഡ് കിങ് ആയ ഹാർഡി കാന്യൂട്ടിനെ AD 1042 തൊട്ട് 1066 വരെ റീസ്റ്റോർ ചെയ്തു. അവസാനം ഈതൽറെഡിൻ്റെ മകനായ എഡ്വേർഡിനെ കിങ് ആയിട്ട് ചൂസ് ചെയ്തു. AD 1066 വില്യം ഓഫ് നോർമാൻഡി ഇംഗ്ലണ്ടിൽ നടത്തിയ നോർമൻ കോൺക്വസ്റ്റ് 6 സെഞ്ചുറീസോളം ഉണ്ടായിരുന്ന ആംഗ്ലോ സാക്സൺ ഡോമിനൻസിന് ഒരു എൻഡ് കൊണ്ടുവന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കെൽസിൻ്റെയും റോമൻസിൻ്റെയും ആംഗ്ലോ സാക്സൺസിൻ്റെയും ഡെയിൻസിൻ്റെയും ഒക്കെ ഇൻവേഷനെ പറ്റിയും അതുപോലെ തന്നെ ആ സമയത്ത് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സിനെ പറ്റിയും ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചറിനെ പറ്റിയും ഒക്കെ പഠിച്ചു. അപ്പോൾ നമുക്കിനി നോർമൻ കോൺക്വസ്റ്റിനെ പറ്റി നമുക്ക് അടുത്ത മൊഡ്യൂളിൽ പഠിക്കാം. നിങ്ങൾ ടെക്സ്റ്റ് നന്നായിട്ട് പഠിക്കാം. നമുക്ക് അടുത്ത മൊഡ്യൂളിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോയുമായി വീണ്ടും കാണാം.